ചെക്കന്മാർ എന്താ പേര്? യശ്വാൻ. എത്ര ക്ലാസ്സിലാ? 5th. 10th. ആ ഓക്കെ ഓക്കെ. ഇത് ഭയങ്കര തമ്മിത്തല്ലാട്ടോ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, ഫസ്റ്റ് ടിക്കറ്റ് കിട്ടും. പക്ഷെ സീൻ എന്താ വെച്ചാല് ഇവരൊക്കെ വട്ടം കൂടിയാണ്. എന്റെ ചാനൽ ഏതാ വെച്ചാണ്ട് തപ്പിയോണ്ടിരിക്കുന്ന കാഴ്ചയായിട്ട് കാണണേ. സെന്റ് ഫിലോമിനയുടെ ഭൗതിക ശരീരം മറ്റുള്ള അവശിഷ്ടങ്ങളും ആദ്യം സൂക്ഷിച്ചിരുന്നത് റോമിലെ മറ്റുള്ള പള്ളികളിലായിരുന്നു. അതിനാണ് അടിപൊളി പേരാട്ടോ. നോക്കേ, വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തിയിലെ ഒരാളായിരുന്നു കേട്ടോ സെന്റ് ഫിലോമിന. കർത്താവിന്റെ മണവാട്ടിയാണോ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ആണോ, അതൊക്കെ കേട്ടോ അവൾക്ക് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ. ചെറിയ ടൈപ്പിലുള്ള റോസ് പൂ ഉണ്ടല്ലോ, അതാട്ടോ ഈ ട്രയൽ നിറച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ തിരിച്ച് നാട്ടിൽ തന്നെ പോവാം. KSRTC ബസ് സ്റ്റാൻഡിലപ്പം നിൽക്കണം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കർണാടകന്റെ KSRTC കേട്ടോ. മൈസൂർ ഭാഗത്തു കൂടി നടക്കുമ്പോഴേ രണ്ടാമത് കാണുന്ന ഒരു KSRTC ബസ് സ്റ്റാൻഡ് ആട്ടത്. ഇവിടുന്ന് മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതാണ്. ഇവിടെ കണ്ടില്ലേ, താഴ്ഭാഗത്തും സൈഡിലൊക്കെ മാർബിളാണ് വിരിച്ചിരിക്കുന്നത്. ഈ റോഡ് അങ്ങനെ നീണ്ടു പോവാണ് കേട്ടോ. ഈ ഒരു തല മുതൽ ഇതിന് എത്രത്തോളം അറ്റണ്ടെന്ന് അറിയില്ല, അത്രക്ക് കച്ചവടക്കാരട്ടോ ഫുള്ളായിട്ട്. ഇവരെ കയ്യിൽ നേന്ത്രപ്പായം, മൈസൂർ പായം, ഫുള്ളായിട്ട് ഫ്രൂട്ട്സിൻ്റെ കച്ചവടക്കാരാണ്. ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെ കാണട്ടോ. ഓരോ വീട്ടിലുണ്ടാവുന്ന ഓരോ പച്ചക്കറികളുണ്ടല്ലോ, അതൊക്കെ കൊടുന്ന് ഓരോരുത്തരായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച കേട്ടോ അവിടെയൊക്കെ കാണാനത്. ആ ഒരു ഭാഗത്ത് നിന്ന് നടന്നത് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ആളുകളൊക്കെ ഇതേ പാഞ്ഞുകൊണ്ട് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സീബ്ര ലൈനൊക്കെ ക്ലോസ് ചെയ്തത് ആളുകൾ ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആളുകൾ നല്ല കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ കാണുന്ന അധിക ബിൽഡിങ്ങിലും മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കയറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ബിൽഡിങ്ങുകളാട്ടോ. ഏകദേശം ഭാഗങ്ങളൊക്കെ ഞാനും നനഞ്ഞു നിൽക്കുക കേട്ടോ. എന്തായാലും നടന്നു നോക്കാം, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഉച്ചക്കൊരു 1 മണിക്ക് ശേഷം ഇവിടെ ഫുള്ളായിട്ട് മൂടിക്കെട്ടിയൊരു കാലാവസ്ഥ കേട്ടോ കാണാനത്. ടൗണിൽ കൂടി നടത്താൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. നാട്ടിൽ നിന്ന് ഇന്നലെ പോന്നിട്ട് ഈ ഒരു സമയം വരെ മഴ പെയ്തിട്ടില്ല. ഇപ്പോഴാണ് അവിടെ മഴ പെയ്യണം കേട്ടോ. 1 മണി ആയിക്കണ്. റോഡ് ക്ലോസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആളുകൾക്ക് റോഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിഗ്നലൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഉപയോഗം എന്താ വെച്ചാൽ ഇത്രയും ആളുകൾക്ക് പെട്ടെന്ന് റോഡ് ക്ലോസ് ചെയ്യാനായിരുന്നില്ല തന്നെ കേട്ടോ. ഇവിടെ കാണുന്നത് വലിയ റൗണ്ട് അബൌട്ടാണ്. അതിനെ ചുറ്റിയാണ് വണ്ടികളൊക്കെ പോണത്. അത്യാവശ്യം ആളുകളൊക്കെ ഈ ഒരു സമയമായപ്പോൾ തന്നെ ടൗൺ ഭാഗത്തേക്ക് ഇറങ്ങി നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാരെ മഴ പെയ്തിട്ട് കച്ചവടം നടത്താൻ പറ്റാതെ പെട്ട് നിൽക്കുന്ന കാഴ്ചകളാട്ടോ അവിടെ കാണാനുള്ളത്. ഇതൊക്കെ വാങ്ങാൻ വേണ്ടി വന്ന ആളുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇനി മാർബിൾ ഇടാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കട്ടിട്ട് കണ്ട് പക്ക സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് വാട്ടർ ബോട്ടിലാട്ടോ. പല ടൈപ്പിലുള്ള വാട്ടർ ബോട്ടിൽ കാണാം. അതുപോലെ തന്നെ ലഞ്ച് ബോക്സുകളുണ്ട്, പല സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റാണ് വരുന്നത്. ഏതെടുത്താലും 200 രൂപ. ഇവിടെ കൂടുതലായിട്ട് കാണുന്നതും ലേഡീസ് തന്നെയാണ്. ആ തിരക്കൊന്ന് കഴിഞ്ഞപ്പോഴേ ഇവിടെ ചെരുപ്പും കച്ചവടം കേട്ടോ. ഏതെടുത്താലും 100 രൂപ. ഇവിടെ ഫുള്ളായിട്ട് കാണുന്നത് ഡ്രസ്സ് കടകളാട്ടോ. അതങ്ങനെ നീണ്ടു പോവാണ്. ഡ്രസ്സിന്റെ മോഡലുകൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. 200 മുതൽ 500 വരെയുള്ള ഡ്രസ്സുകളാട്ടോ ഇവിടെ കാണുന്നത്. അതിന്റെ മേലേക്ക് ഡ്രസ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്ര ആളുകളോട് വരാൻ കാരണം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഇഷ്ടം പോലെ ചെരുപ്പുകളാട്ടോ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കണ്ടുകാണ്ടേ ഞാൻ അങ്ങനെ പുറത്തേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോഴേ തിരക്ക് കൂടി വരുന്ന കാഴ്ചയായിട്ടാണ് കാണുന്നത്. അവിടുന്ന് 2 മിനിറ്റ് കൂടി മുന്നോട്ട് നടന്നപ്പോഴേ അത്യാവശ്യം വെളിച്ചുള്ളൊരു ഏരിയക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കണ്ടില്ലേ 2 ഭാഗത്തേക്ക് ആയിട്ട് അങ്ങനെ തിരിഞ്ഞു പോവാട്ടോ. എന്തായാലും നല്ല തിരക്കിലൊരു ഏരിയയാണ്. ഇവിടെ കണ്ടോ ഓട്ടോറിക്ഷകളൊക്കെ ഈ തിരക്ക് കൂടി കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാരൊക്കെ പോയി നല്ല വെളിച്ചിലൊരു കാലാവസ്ഥയ്ക്ക് മാറിയിട്ടുണ്ട്. തെരുവിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളെ ഒന്നുകൂടി ഉഷാർ കൂടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ. ഇവിടെ കാണുന്നത് സ്കൂൾ ബാഗാണ്, ആ കാണുന്നത് ഡ്രസ്സുകളാട്ടോ. ഒക്കെ അങ്ങനെ കൂട്ടിയിട്ടൊക്കെയാണ്. എല്ലാവരും പർച്ചേസിൻ്റെ തിരക്കിലാണ്. ഇവിടെയൊക്കെ കച്ചവടം ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇല്ല കേട്ടോ. നമ്മൾ എത്രയേ പറയണു അതന്നെ. നമുക്കൊന്ന് സംസാരിക്കാൻ വയ്ക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതൊക്കെ ലാഭത്തിൽ തന്നെ വാങ്ങിയെടുക്കാന്നില്ലേനെ കേട്ടോ. നടക്കുമ്പോഴേ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ, അവിടെ ഫുള്ളായിട്ട് വണ്ടി ബ്ലോക്കായി കിടക്കുന്ന കാഴ്ചയായിട്ട് കാണാനുള്ളത്. നല്ല അടിപൊളി ഡ്രസ്സുകൾ ഇവിടെ കാണട്ടോ. അതിന് ചേർന്നാണ്ട് കുറേ കടകൾ വേറെയും വരുന്നുണ്ട്. കുറേ അധികം ടാർപ്പായികളൊക്കെ മൂടിയിട്ടിരിക്കുന്ന കാഴ്ചയായിട്ട് അവിടെ കാണുന്നത്. എന്നാലും അതിനൊക്കെ മറികടന്നത് ഇവരൊക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രതീക്ഷിക്കാത്ത ടൈമിലാട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാലും ഇത് ഇവിടുത്തെ തെരുവ് കച്ചവടക്കാർക്ക് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. ഇത് നടക്കാൻ തുടങ്ങിയിട്ട് അവസാനിക്കണം കേട്ടോ. അതങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ ഒരാൾ പൂവണ്ടി തള്ളിക്കൊണ്ട് പോവാട്ടോ. കുറേ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഇത് കണ്ടോ, ഇത് നമ്മളെ കൂടെ അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് ഫുള്ളായിട്ട് കാണുന്നത് ഡ്രസ്സുകളാട്ടോ. ഏതെടുത്താലും 100 റുപ്യാണ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ കണ്ടോ പാൻറ്റുകളുണ്ട് കേട്ടോ, അതിനും ആ പൈസനുള്ളൂ വരുന്നത്. 3-4 സാധനങ്ങളൊക്കെ വില വെച്ചിട്ട്. അപ്പോൾ എടുക്കാതെ പോകുന്നപ്പോൾ ഇവർ പറഞ്ഞത് വെച്ചാൽ പകുതി പൈസ എന്നാവും എനിക്ക് കൊണ്ടുപോയിക്ക് പറഞ്ഞു. സാധനം പർച്ചേസ് ചെയ്യാൻ പോയി ഓരോ 100 റുപ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 റുപ്യക്ക് കിട്ടും കേട്ടോ. അങ്ങനെ പോന്നപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ കേട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ബക്കറ്റ് മുതൽ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. എന്തായാലും ഇത് ഹോൾസെയിൽ കച്ചവടക്കാരാണ്, അതുകൊണ്ടൊക്കെ എത്ര തോനെ ഇവിടെ കൂട്ടിയിട്ടുണ്ടാവുക. ഇതിൽ ബക്കറ്റ് കാണാണ്ട്, ചെടിച്ചട്ടി കാണാണ്ട്, ജഗ് കാണാണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന ബാഗും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഡ്രസ്സും കേട്ടോ കാണാൻ. അങ്ങനെ കച്ചവടം നീണ്ടു പോവാണ്. അങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ ഡേഞ്ചറാണ്. രാവിലെ ഒന്നും എന്തായാലും പ്രശ്നമില്ല, രാത്രിയാണ് ഇതൊക്കെ പ്രശ്നമാവുക. ഇവിടെ കുറേ അധികം ആളുകളെ തെരുവ് കച്ചവടം ചെയ്ത് ജീവിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ആളുകൾക്കും പ്രശ്നമില്ല, ഇവിടുത്തെ പോലീസിനും പ്രശ്നമില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ വളരെ റേറ്റ് കുറച്ചിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ടൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് നല്ലൊരു മെച്ചം തന്നെ കേട്ടോ. അവിടുന്ന് ഒരു 5 മിനിറ്റ് മുന്നോട്ട് നടന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ. റോഡിൻ്റെ 2 ഭാഗത്തായിട്ട് ഇതേ പച്ചക്കറി കച്ചവടമാണ് ചെയ്യണത്. അത് ഇവിടുത്തെ തനി നാടൻ കച്ചവടമാണ് കാണുന്നത്. ഇവിടെയൊക്കെ അധികം കച്ചവടം ചെയ്യണതേ പ്രായമായ ആളുകളാട്ടോ. എന്തൊരു കാഴ്ച നോക്കിയേ. വലിയ വൃത്തിയുള്ള സ്ഥലം എന്നല്ലെങ്കിൽ എല്ലാ ടൈപ്പുള്ള പച്ചക്കറികളും ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന ഓരോ ടൈപ്പിലുള്ള പച്ചക്കറികളും ഇവർ ചെറിയൊരു കൂട്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഒന്നിന് 10 റുപ്യാണ് ഇവർ പറയണത്. ഇതൊക്കെ കാണുന്നത് ഫ്രഷ് പച്ചക്കറികളാട്ടോ. ഇതൊക്കെ ഇവരെന്നെ കൃഷി ചെയ്ത് ഇവരെന്നെ ഇവിടെ കൊടുന്ന് കച്ചവടം ചെയ്യണം കേട്ടോ കാണുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ വേറെ ആൾ ഇതിലില്ല കേട്ടോ. അതുകൊണ്ട് ഇവർക്ക് തന്നെയാണ് അതിൻ്റെ പൈസ ഫുള്ളായിട്ട് കിട്ടുന്നത്. ഇഞ്ചി, പച്ചമുളക് ഓരോന്നോരോന്ന് തരം തിരിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. ഇവിടെ കണ്ടില്ല നാരങ്ങയാണ്, അതും പല വലിപ്പത്തിലുണ്ട്. 3-4 കൊട്ടയിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കണ്ടില്ല അധിക ഭാഗം ഇതുപോലത്തെ അവസ്ഥ കേട്ടോ. നല്ല സ്മെല്ലടിച്ചിട്ടുണ്ട്. തീരെ വൃത്തിയില്ലാത്തൊരു സ്ഥലത്തിരുന്നിട്ടോ ഇവരൊക്കെ കച്ചവടം ചെയ്യണത്. വേസ്റ്റ് പോണ ചാലുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ചാക്കി വിരിച്ചിട്ടാട്ടോ ഇവരൊക്കെ കച്ചവടം ചെയ്യണത്. ഇവിടെ കച്ചവടം ചെയ്യുന്നത് മാങ്ങ കേട്ടോ. ചില കടകളിലൊന്നും ആളുകളെ കാണാമല്ലോ കേട്ടോ. ഇവിടെ കണ്ടില്ല കുറച്ച് സാധനങ്ങളിട്ട് കച്ചവടത്തിന് വെച്ചിരിക്കണത്. എല്ലാ സാധനങ്ങളും ഇതിലുണ്ടേനും. ഇന്ന് മഴ പെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, ആളുകൾ വളരെ കുറവാണ് ഇവിടെ. ഇന്നൊരു ഉച്ചക്കൊക്കെ കഴിച്ച് നല്ലൊരു മഴ ഇവിടെ പെയ്തു. അതുകൊണ്ട് തന്നെ ആയിരിക്കും കച്ചവടക്കാരും കുറവാണ്, ആൾക്കാരും കുറവാട്ടോ ഇവിടെയൊക്കെ. അങ്ങനെ മുന്നിൽ കിടക്കുമ്പോൾ കാണുന്ന കച്ചവടം കേട്ടോ. വെണ്ടയ്ക്കാണ് ഇവിടെ കച്ചവടം ചെയ്യണത്. ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് തക്കാളി കേട്ടോ. അവിടെ വേറെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ആളുകൾ തന്നെ കേട്ടോ. മൈസൂരിലെ സാധാരണക്കാർ വരുന്നൊരു മാർക്കറ്റാട്ടോ ഈ കാണുന്നത്. ഇവിടെ കണ്ടോ അമ്മ കച്ചവടം ചെയ്യണത് മല്ലിച്ചപ്പും പൊതിനി അങ്ങനെ കുറച്ച് ഇലവർഗ്ഗങ്ങളാട്ടോ. തക്കാളി ഉണ്ട്, അമരിക്ക ഉണ്ട്, ഗോവക്ക ഉണ്ട്. ഇതെല്ലാം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് അധികം വാങ്ങിക്കൊണ്ടുവരുന്ന ആളുകൾ ഇവിടുത്തെ ആളുകൾ തന്നെ കേട്ടോ. അങ്ങനെ നടന്നിട്ട് ഈ റോഡിൻ്റെ അവസാനമായിട്ടാ കാണുന്നത്. ഇവിടെ വരുമ്പോഴും കാണുന്നത് പച്ചക്കറി കടകളാണ്. ഇവിടെ കാണുന്നതേ ഉന്തുവണ്ടിയിൽ കയറ്റിയാണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ കച്ചവടം ചെയ്യണത്. അങ്ങനെ നടന്നിട്ട് ഇതേ ആ കാണുന്നത് കേട്ടോ മെയിൻ റോഡ് വരുന്നത്. എവിടേക്കാണെന്ന് അറിയില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാണുന്ന കാഴ്ചകളാട്ടോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണത്. ഇവിടുന്ന് കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാലേ ഇവിടുത്തെ മെയിൻ മാർക്കറ്റിൽ എത്തും. അവിടെ അധികം കച്ചവടം ചെയ്യുന്നത് പൂക്കളാട്ടോ. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി നടക്കുന്നത്. അവിടുന്ന് പോകുന്നത് ഇവിടെ 2 സൈഡിലായിട്ട് ഷീറ്റ് അടിച്ചൊരു വഴിയാട്ടോ കാണാൻ. ഇതാണ് മാർക്കറ്റ് വരുന്നത്. എന്തൊക്കെയാലും നടന്നു നോക്കട്ടോ. സ്റ്റെപ്പ് 2 ഇറങ്ങിയിട്ട് വേണ്ട അങ്ങോട്ട് എത്തണമെങ്കിൽ. ഫാമിലി ആയിട്ട് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. ഈ കാണുന്ന മാർക്കറ്റിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് ഫുള്ളായിട്ടും നടന്ന് കാണുന്നുണ്ട് കേട്ടോ. എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇവിടെയൊക്കെ കച്ചവടം ചെയ്യുന്ന പഴങ്ങളാട്ടോ. ഇവിടെ ചേനുണ്ട്, ചേമ്പുണ്ട്, എല്ലാ സാധനങ്ങളും ഏകദേശം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് കൂടെയൊക്കെ നടന്ന് മേലേക്ക് നോക്കുമ്പോൾ ഇതാട്ടോ അവസ്ഥ. ടാർപ്പായൊക്കെ താലിക്കാലിക്കായിട്ട് ഇട്ടിക്കണത്. ഇവിടെയൊക്കെ കാണുന്നത് പലതരത്തിലുള്ള മാങ്ങകളാട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് ചെല്ലും തോറും കച്ചവടത്തിന് ഉഷാറ് കൂടിയിരുന്ന കാഴ്ചയായിട്ട് കാണാല്ലേ. ഇവിടെയൊക്കെ ഓരോരുത്തർ സാധനങ്ങൾ നോക്കിയിട്ടാണോ വാങ്ങണത്, അല്ല വെറുതെ വാങ്ങിക്കൊണ്ടുപോകുന്ന കാഴ്ചയല്ല കാണുന്നത്. ഇവിടുന്ന് 4 ഭാഗത്തേക്കും പോകട്ടോ. നമുക്ക് നേരെ നടന്നു നോക്കാം. ഇവിടൊക്കെ അതേ മുരിങ്ങാക്കായികളാട്ടോ കച്ചവടത്തിന് വെച്ചിരിക്കണേ. അങ്ങനെ നടന്നു പോകുമ്പോഴേ ഇതിലൊരു കട എവിടുന്ന തുടങ്ങണേ എവിടെ അവസാനിക്കണേ അറിയാത്ത രീതിയിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഹോൾസെയിൽ കച്ചവടമാണെങ്കിലും ഇവിടെ കണ്ടോ തക്കാളിയൊക്കെ ഒതുക്കി വെച്ചിട്ട് തന്നെയാണ് കച്ചവടം ചെയ്യണേ. നടന്ന് അങ്ങനെ ഉള്ളിലേക്ക് പോവാട്ടോ. ആളുകൾ ഇതേ പരസ്പരം ഇങ്ങനെ വില പേശിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ കാഴ്ച. ഇതിന്റെ 2 സൈഡിലായിട്ട് വലിയ കച്ചവടം നടക്കുന്നത്. എന്തായാലും അതിൻ്റെ ഉള്ളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കടയിലെത്തുമ്പോൾ വ്യത്യസ്ത രീതിയിലാട്ടോ അതൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാല്. ഇവിടെയൊക്കെ അധികം കച്ചവടം ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും കണ്ണിന് നല്ല കുളിർമ ഇട്ടുകൊണ്ട് നല്ല പച്ച കളറായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത്രയ്ക്ക് തിരക്കുള്ള സ്ഥലമാണെങ്കിൽ ഇവിടെ കണ്ടോ പശുക്കളൊക്കെ കാണാട്ടോ. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലണതേ ഇവിടുത്തെ ഫ്ലവർ മാർക്കറ്റ് കേട്ടോ. വലിയ കൊട്ടയിൽ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കണം ഓരോ പൂക്കളായിട്ട്. ചില കടകളിലൊന്നും ആളുകളെ കാണല്ലോ കേട്ടോ. ഇവിടേക്ക് പോയി എന്നറിയില്ല. പൂക്കൾ അധികം ചെയ്തിരിക്കുന്നത് നൂലിൽ കോർത്താണ്ട് റൗണ്ട് ടൈപ്പ് ആക്കിയിട്ടാട്ടോ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അധികം ആളുകൾ വെറ്റില മുറുക്കുന്ന ആളുകളാട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും വെറ്റില കച്ചവടം ഇഷ്ടം പോലെ കാണാണ്ട്. ഇവിടെ കാണുന്ന പൂക്കളൊന്നും വാടാതിരിക്കാനാട്ടോ ഈ കുപ്പിയിൽ വെള്ളം ഇങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുന്നത്. മുല്ലമുട്ടുകളൊക്കെ മാലാക്കി വെച്ച കാഴ്ചകളാട്ടോ കാണുന്നത്. ഇതൊക്കെ കാണുന്നത് ചെറിയ കടകളാണെങ്കിലേ ഇവിടെയൊക്കെ അതെ ഇഷ്ടം പോലെ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കണം കേട്ടോ. ഇവിടെ വരുന്ന ആളുകൾ നല്ലൊരു സംഖ്യക്ക് പൂക്കൾ വാങ്ങിയിട്ടാണ് തിരിച്ചു പോണത്. പൂക്കളൊക്കെ മാത്രം കച്ചവടം ചെയ്തിട്ടേ ആയിരക്കണക്കിന് ആളുകളാട്ടോ ഇവിടെയൊക്കെ ജീവിക്കണത്.
ഇയാൾ കച്ചവടം ചെയ്യാൻ വേണ്ടി വെച്ച സാധനങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ. വലിയ കൊട്ടകളിൽ പൂക്കളൊക്കെ നൂലിൽ കോർത്തുകൊണ്ട് ചുറ്റി വെച്ചിരിക്കുന്ന കാഴ്ച കേട്ടോ ഇവിടെ കാണാനുള്ളത്. ഇത് താമരമുട്ടും മുല്ലമുട്ടൊക്കെ കേട്ടോ ഇവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചകളിവിടെ കുറേ അധികം കാണാം കേട്ടോ. ഇതിന്റെ അടിഭാഗത്ത് മഴ പെയ്തിട്ട് ആകെ ചളിയും വെള്ളമൊക്കെ പാടെ കൂടിക്കണം കേട്ടോ കാണുന്നത്. ഇവിടെ വരുന്ന അധിക കസ്റ്റമർ ഇവിടുത്തെ സാധാരണ ആളുകൾ തന്നെ കേട്ടോ. ഇവിടുന്നൊക്കെ കൂടുതലായിട്ട് പൂക്കൾ ചിലവാകുന്നതേ ഇവിടുത്തെ അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ. ഇവിടെ കാണുന്ന കച്ചവട കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴേ സമയം പോണ തീരെ അറിയണില്ല കേട്ടോ. ഇവിടൊക്കെ എന്തായാലും 1000-ന് മുകളിലുള്ള കടകളുണ്ടാവും കേട്ടോ. എന്തായാലും ഒന്നിച്ചു വരുന്നൊരു മാർക്കറ്റാണത്. ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ പൂക്കളൊക്കെ കച്ചവടം ചെയ്യുന്ന ട്രയൽ വെച്ചിട്ടാണ്. ഇവിടെ കണ്ട ഒരു വൈറ്റ് ടൈപ്പ് പൂവാട്ടോ വരുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു മാർക്കറ്റിൽ എന്ത് സാധനം കിട്ടാത്തതെന്ന് ചോദിച്ചാൽ മതി, എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ. ഒരു വീട്ടിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ആ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ വളരെ റേറ്റ് കുറച്ച് കിട്ടുന്നില്ലേനെ കേട്ടോ. ഇത് കൂടിയൊക്കെ നടത്താൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞു കേട്ടോ. ഇപ്പോഴും ഇവിടുത്തെ കാഴ്ചകൾ കഴിയണില്ല, അതങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ടൈപ്പിലുള്ള റോസ് പൂ ഉണ്ടല്ലോ, അതാട്ടോ ഈ ട്രയൽ നിറച്ച് വെച്ചിരിക്കുന്നത്. ഇതിന്റെ മുന്നിൽ നിൽക്കുമ്പോഴേ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയ പൂക്കളാണ്. ആളുകൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഇതൊക്കെ മുല്ലമുട്ടിന്റെ കച്ചവടം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ ഇതൊക്കെ തൂക്കിയിട്ടാണ് കച്ചവടം ചെയ്യണം കേട്ടോ. ഇതൊക്കെ ചാക്കിൽ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. 2 ഭാഗത്തുണ്ട് കച്ചവടക്കാർ. ഇവിടെയൊക്കെ രാവിലെ തുടങ്ങി രാത്രി 10 മണി 11 മണി വരെ സജീവമായിട്ട് കച്ചവടം ചെയ്യുന്ന കടകളാട്ടോ ഈ കാണുന്നത്. ഇതുപോലത്തെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നല്ലൊരു ഉപയോഗം തന്നെ കേട്ടോ. ഇതിന്റെ നടുവിൽ 2 ആൾക്ക് നടക്കേണ്ട ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഇവിടെ അധികം കച്ചവടം ചെയ്യുന്ന റോസ് പൂ തന്നെ കേട്ടോ. വേറെ ടൈപ്പുള്ള പൂക്കളൂടെ കാണാണ്ട്. ഇതൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് അവർ കച്ചവടം ചെയ്യണത്. ഇവിടെ കാണുന്നത് ഫുള്ളായിട്ട് പൂക്കൾ തന്നെ കേട്ടോ. ഇവിടെ മുല്ലമുട്ടിന്റെ കച്ചവടം നടന്നു കൊടുക്കണത്. ഒരു കീസ് നിറച്ച് 100 റുപ്യ അവർ വാങ്ങണത്. ഈ സൈഡത്തെ കച്ചവടം തൂക്കിയിട്ടാണ് കൊടുക്കണത്. അതോടെ പിന്നിൽ വന്ന് എല്ലാവരും തിരക്കിക്കൊണ്ട് നിൽക്കണത്. എല്ലാ പൂക്കളെയും മാറിയല്ല കേട്ടോ. മുല്ലമുട്ട് പെട്ടെന്ന് ഇവിടെ കച്ചവടമുണ്ട്. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട ആളുകളൊക്കെ വരികയും ചെയ്തിരിക്കണത്. എന്തായാലും അടിപൊളി കച്ചവടം നടന്നുകൊണ്ടിരിക്കണത്. ഇതൊക്കെ കണ്ടുകൊടുക്കാൻ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. പൂക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയോണ്ടായിരിക്കും. നല്ല സ്മെല്ലാട്ടോ ഇവിടെ. ഇവിടെ കണ്ടില്ലേ നാടൻ വെറ്റില കേട്ടോ കച്ചവടം ചെയ്യാൻ വെച്ചിരിക്കണത്. ഇത് കാണുന്നത് ഫുള്ളായിട്ട് ശർക്കര കേട്ടോ. അതിൽ തന്നെ പല കളർ വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതുപോലത്തെ കടകൾ വേറെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ശർക്കര ഉണ്ടല്ലോ, അത് വലിയ ഉരുളകളാക്കി ഇങ്ങനെ പാത്രത്തിൽ വെച്ച കാഴ്ചയുടെ കാണാല്. നടത്താൻ തുടങ്ങിയിട്ട് സമയം കുറേ. ഇതിൻ്റെ അവസാനം ഇവിടെ കാണുന്നില്ല. ഇതങ്ങനെ നീണ്ട് പോവുകയാണ്. ഓരോ ഭാഗത്തേക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അധികം ആളുകളും ഓരോ കടകളിലും കൂടുതൽ സമയം നിൽക്കണം കേട്ടോ. അവരെങ്ങനെ പോയിക്കൊണ്ടിരിക്കണ കാഴ്ചട്ടെ കാണുന്നത്. ഇതുപോലത്തെ മാർക്കറ്റിക്കൊക്കെ വന്നു കഴിഞ്ഞാലേ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നടന്ന് കുഴങ്ങും കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. നടന്നിട്ട് ഇത് അവസാനിക്കണം കേട്ടോ. എന്തായാലും ഈ കാണുന്ന വഴിക്കൂടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അല്ലാതെ ഇത് തീരും തോന്നുന്നില്ല. ഇവിടെ പറിച്ചിരിക്കണ താമരൻ്റെ മുട്ടാട്ടോ. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് റോട്ടിലേക്ക് എത്തിട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചതാണ്. ഈ ഒരു തല മുതൽ ആ തല വരെ ഫുള്ളായിട്ട് ജനലും വാതിലാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കണത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ കച്ചവടത്തിന് വെച്ചാട്ടോ. ഇവിടെ അധികം കച്ചവടത്തിന് വെച്ചിരിക്കുന്നത് ഫുള്ളായിട്ട് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാട്ടോ. ആവശ്യക്കാർക്ക് ഇവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുപോവാം. ഇത് കണ്ടില്ലേ വലിയ ജനലാണ് വരുന്നത്. അതുപോലെ തന്നെ മരത്തിൻ്റെ ഉണ്ട്, ഇരുമ്പിൻ്റെ ഉണ്ട്, എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇതിലുണ്ട് കേട്ടോ. എന്തായാലും വലിയ പഴക്കല്ല, എന്നാൽ നല്ല സാധനമാണേനും. ഇതൊക്കെ കണ്ടില്ലേ ഫുള്ളായിട്ട് ചെങ്ങലിട്ട് വെച്ചിരിക്കുകയാണ്. ആരെയും കൊണ്ടുപോടാന്ന് കരുതിയിട്ടായിരിക്കും, എന്താ അറിയില്ല. ഇവിടെ കച്ചവടത്തിന് വെച്ച ജനലും വാതിലൊക്കെ ഇവർ ഇരുമ്പിൻ്റെ റേറ്റിനാണ് കൊടുക്കണം കേട്ടോ. ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും അടിപൊളി, രക്ഷയില്ല. ഇഷ്ടം പോലെ സാധനങ്ങളാണ്. ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ നീണ്ട് കിടക്കുകയാണ്. തീരാത്ത അത്ര ഉൾഭാഗത്തേക്കും വേറെയും വരുന്നുണ്ട് കേട്ടോ. മാക്സിമം റേറ്റ് കുറച്ചൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് സാധനം കൊണ്ടവിടെ നന്നാവും. അവിടെ കാണുന്ന ആ റോട്ടിൽ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന ജനലിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ സൈറ്റിലേക്ക് എത്തിച്ചേരും. ഇവരെ വണ്ടിയാണ് ഈ കാണുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയത് കേട്ടോ. ഇവിടെ കണ്ടൊരു മെനുന്ന് ഓർഡർ ചെയ്തിരിക്കണം. സാധനം അത് എത്തിയിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഒരു നെയ്ച്ചോറ് മാറിയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. എന്തൊക്കെയായാലും കർണാടകയാണല്ലോ, അപ്പോൾ ഫുഡിന് നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ചിക്കനും കുഴപ്പമില്ല, ചോറും കുഴപ്പമില്ല, അടിപൊളി. റൈസ് വരുന്ന വൈറ്റ് റൈസ് തന്നെയാണ്, നെയ്ച്ചോറ് മരത്തിൻ്റെ. പക്ഷേ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും കാണാനല്ല. ചോറ് നല്ല ചൂടാട്ടോ, കൈയോട് തട്ടുമ്പത്തിന് നല്ല പൊള്ളണുണ്ട്. പിന്നെ വരുന്നത് ചിക്കൻ ആട്ടോ. ചിക്കൻ വരുന്നത് ഒരു 4 പീസോളം ഉണ്ട്. അതും ജസ്റ്റ് പൊരിച്ച ചിക്കൻ കേട്ടോ. പിന്നെ വരുന്ന 2 ടൈപ്പ് കറിയാണ് അതിൽ വരുന്നത്. ഒന്ന് വരുന്നത് സാധാ പൊറാട്ടിക്കൊക്കെ വരുന്ന നോർമലായിട്ടുള്ള കറിയാണ് വരുന്നത്. അങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോഴേ ഈ ഒരു ഭാഗത്തായിരുന്നേ പബ്ലിക് സ്കൂൾ കാണാണ്ട്. കുറച്ച് മുന്നേ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടോ. അതിനൊക്കെ ബില്ല് വന്ന നെയ്ച്ചോറും പിന്നെ പീസും രണ്ടിനും കൂടി വന്ന് 170 റുപ്യയുടെ ബില്ല് വന്നത്. നമ്മളെ നാട്ടിലെ കാണുന്ന മുള്ളിൻ്റെ ചെടി ഉണ്ടല്ലോ, അതുപോലത്തെ ചെടി കേട്ടോ ആ കാണുന്നത്. അത് കണ്ടോ, ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മേലേക്ക് വളർന്നിക്കണു. ഇതിൻ്റെ വണ്ണം നോക്കുകയാണെങ്കിലേ നമ്മളെ നാട്ടിലത്തെ ഒരു വലിയ തെങ്ങുണ്ടല്ലോ, ആ തെങ്ങിൻ്റെ വണ്ണം വരുന്നുണ്ട്. ഇത്രയ്ക്ക് വലുതാവുന്നില്ല അറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ കാണുന്ന ഈ ലെവലിൽ ഈ മരം നിൽക്കുകയാണെന്നുണ്ടെങ്കിലേ അത്യാവശ്യം നല്ല സ്പേസ് വേണം. ആ ഒരു മുള്ളുമരത്തിൻ്റെ ചെറിയ സൈസാണ് നമ്മുടെ നാട്ടിലെ. റോഡിൻ്റെ അപ്പുറം കാണുന്ന കേട്ടോ സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളാണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇരുമ്പിൻ്റെ ഗേറ്റ് ആട്ടോ കാണാല്. ഇതിൻ്റെ ഉള്ളത്തെ കാഴ്ച കേട്ടോ.
എത്രത്തോളം വലിയൊരു ബിൽഡിംഗ് ആണെന്നൊക്കെ 1 2 3 4 നിലയാണ് വരുന്നത്. അതിൻ്റെ മുകൾക്കാട്ടോ ടാങ്ക് വരുന്നത് 5 6 ഒരു 6 നില ബിൽഡിങ്ങിൻ്റെ വലുപ്പത്തിലാട്ടോ ഈ ഒരു ടാങ്ക് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ അധികം റോഡുകൾ വരുന്നത് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലാട്ടോ. അതിൻ്റെ ഇടയിലേക്ക് വരുന്നത് ഫുള്ളായിട്ട് വീടുകളാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റോഡ് അങ്ങനെ കട്ട് ചെയ്ത് പോവാട്ടോ ഈ ഒരു ഭാഗം. ഇവിടെ കാണുന്ന മതിലിൽ ഫുള്ളായിട്ട് ചിത്രം വരച്ചു കേട്ടോ. ഒക്കെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചിത്രം തന്നെയാണ് കാണാനല്ലേ. അങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നെ കാണുന്ന റൗണ്ട് ബോട്ടാട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇഷ്ടം പോലെ റൗണ്ട് ബോട്ട് ഇവിടെ കാണാണ്ട്. ഇവിടെയൊക്കെ റോഡിൽ അധികം കാണുന്നത് KSRTCൻ്റെ സർവീസ് ആട്ടോ. അധിക ഭാഗത്തേക്കും പോകുന്നത് KSRTC തന്നെയാണ്. എന്തൊക്കെയായാലും സീബ്ര ലൈന് കടന്ന് നമുക്ക് അപ്പുറം കിടക്കാട്ടോ. ഇവിടെ വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ കാണുന്ന അധികം ആളുകൾക്കും ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നടക്കുക, ഇല്ലാന്നൊക്കെ പണി കിട്ടും. കർണാടകൻ്റെ KSRTC ആട്ടോ പോകുന്നത്. അതിൽ തന്നെ പുതിയ KSRTC കുറേ ഇറങ്ങിയിട്ടുണ്ട്. റോട്ടിൽ കൂടെയൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ ഇവിടെ കാണുന്നത് ഫുള്ളായിട്ട് KSRTCൻ്റെ സർവീസ് ആട്ടോ. അത് കർണാടക KSRTC തന്നെയാണ്. കർണാടകയിലേക്ക് വരികയാണെങ്കിൽ പ്രൈവറ്റ് വണ്ടിയിലേറെ കൂടുതലായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് വണ്ടിനെ കാണാൻ. കർണാടകയിൽ വന്നുകൊണ്ട് നമ്മൾ നാട്ടിൽ നടക്കണ മാതിരി നടന്നു കഴിഞ്ഞാൽ വണ്ടി തട്ടിക്കാണ്ട് പോകട്ടോ. അവരൊരു മൈൻഡില്ലാതെ വരിക. അവർ വേണമെങ്കിൽ മാറിക്കോന്നില്ല ലെവലിൽ ഒന്ന് ഓർണടിക്കൊണ്ടില്ല ചില ടൈമിലൊന്നും. അങ്ങനെ ഇവിടുന്ന് ഗേറ്റിൻ്റെ ഇടയിൽ കൂടി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. ഇഷ്ടം പോലെ ഓട്ടോറിക്ഷകളാണ്. ഒക്കെ കംപ്ലൈൻറ്റ് അത് എന്താ അറിയില്ല. എന്തായാലും റണ്ണിങ്ങിന് പറ്റാത്ത വണ്ടികളാണ് കേട്ടോ. അത് നിർത്തിയിട്ടിരിക്കണ എങ്ങനെ വെച്ചാൽ ഈ ഒരു ഭാഗം ഉയർന്ന ഏരിയയും ആ ഒരു ഭാഗം താഴ്ന്ന ഏരിയ കേട്ടോ. ഇവിടെ വരുമ്പോൾ നടക്കാൻ വലിയ സ്പേസ് ഇല്ല കേട്ടോ. കുറച്ച് ഏരിയ ഉള്ളു വരുന്നത്. ഹായ്, നമ്മൾ ചെക്കന്മാർ. എന്താ പേര്? യശ്വാൻ. എത്ര ക്ലാസ്സിലാണ്? ക്ലാസ് 5th. 10th. ഓക്കെ. ബൈ ബൈ. സേ യു. The school class ഓക്കെ. അപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ ഇൻ കേസിൽ ഇവിടെ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ പോലും നല്ല കെയർ ചെയ്യണം. എന്താ വെച്ചാൽ എപ്പോഴും നല്ല എന്താ വെച്ചാൽ നമ്മൾ സേഫ് ആവുക, അല്ലാതെ നമ്മൾ പോലെ മേത്തേക്ക് കയറാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. ഞങ്ങളൊരു വീഡിയോസ് എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോസ് എടുക്കട്ടെ, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. അത് എല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര പ്രശ്നം. കാരണം അവർ വാങ്ങി വെക്കും. മൊബൈലാണെങ്കിലും ക്യാമറയിൽ ഒരു വാങ്ങി വെക്കും കേട്ടോ. കുറേ വട്ടം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം അവരോട് ചോദിക്കാം, ഞാൻ വീഡിയോ എടുത്തോട്ട് വെച്ചാൽ ഓക്കെയാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. കുറച്ച് മുന്നേ നമ്മൾ കുട്ടികളെ കണ്ടത് അവർ പറഞ്ഞില്ലേ സെമിത്തേരി, ആ ഒരു സെമിത്തേരി കേട്ടോ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉൾഭാഗം കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസിലൊരു ഏരിയ തന്നെ കേട്ടോ ഇവിടെ മൊത്തമായിട്ട് കാണാണ്ട്. ആ കാണുന്ന സെമിത്തേരിക്ക് ചേർന്നിട്ട് തന്നെയാണ് സ്കൂൾ വരുന്നതും ഇവിടുത്തെ പള്ളി വരുന്നതും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്യാവശ്യം നല്ലൊരു ഏരിയ ഇവർക്കുണ്ട്. അതും ഈ ടൗണിൻ്റെ സെൻട്രൽ ഭാഗത്താട്ടോ. ഇവിടെ കാണുന്ന സെമിത്തേരിക്ക് ചേർന്നിട്ടാട്ടോ ഈ റോഡ് ഇവിടെ വരുന്നത്. റോഡിൽ കൂടി 2 ബസ് ഒരുമിച്ചാട്ടോ പോണത്. ഒന്ന് വരുന്നത് കർണാടകയും ഒന്ന് വരുന്നത് കേരളമാണ്. എന്തായാലും റോഡിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് റോഡ് ഇങ്ങനെ അലങ്കോല ഇവിടെ കിടക്കണത്. ഇവിടെ കാണുന്ന സൈഡ് വലിയ വൃത്തിയില്ലാത്തൊരു സൈഡാട്ടോ. നടന്ന് ചെല്ലുമ്പോൾ അത്യാവശ്യം സ്പേസ് ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീടൊക്കെ റോഡിനോട് ചേർന്ന് നടക്കുന്ന ഒരു ഏരിയ ആട്ടോ ഇവിടെ കാണാനല്ലേ. മതിലിനോട് ചേർന്നിട്ടാണ് അവർ വീടുകൾ ഉണ്ടാക്കിയത്. വെച്ച് തോന്നുന്നത് എങ്ങനെ വെച്ചാൽ വീട് ആദ്യം ഉണ്ടായിട്ടുണ്ടാവും, പിന്നീടായിരിക്കും റോഡ് വന്നിട്ടുണ്ടാവും. എന്താണെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പൊതുവെ നമ്മളവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മീറ്ററോളം മാറണ്ടേ, എന്താ സംഭവം എന്നറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ അധിക വീടുകൾ കാണുന്നത് ഇതുപോലത്തെ കാഴ്ചയാണ്. ഒരു വീട് കഴിഞ്ഞ് മറ്റൊരു വീട് തൊട്ടടുത്താണ്. 1 by 1 ആയിട്ട് അങ്ങനെ നീണ്ടു പോകുന്ന കാഴ്ചയാണ് ഇവിടെയൊക്കെ കാണാനല്ലേ. റോഡിൻ്റെ തന്നെ പല സൈഡിലായിട്ട് വേസ്റ്റ് കൂട്ടിയുള്ള കാഴ്ചയാണ് കാണുന്നത്. അവിടെയൊക്കെ കാണുന്ന വീടിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഒക്കെ 1 by 1 ആയിട്ട് അങ്ങനെ പോവാട്ടോ. ഒരു വീടിനോട് മറ്റൊരു വീട് ചേർന്ന് അങ്ങനെ പോവാണ്. അവിടെ കാണുന്ന ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ റോട്ടിലേക്കാട്ടോ എൻട്രി വരുന്നത്. എന്തായാലും റോഡ് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. എന്നാൽ വൃത്തിൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ്. ഈ റോഡ് അങ്ങനെ 2 ഭാഗത്തേക്കായിട്ട് തിരിഞ്ഞു പോകണം കേട്ടോ ഇവിടുന്ന് കാണാനല്ലേ. ഇവിടെ കാണുന്ന റോഡിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ അവർ കാറുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. അധിക കാറും വരുന്ന ഇവിടുത്തെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇവിടെ കാണുന്ന റോഡ് അത്രയ്ക്ക് വലിയ തിരക്കില്ല റോഡൊന്നുമല്ല കേട്ടോ. ഫ്രീ ആയിട്ട് തന്നെ റോഡ് കാണാനുള്ളത്. റോഡിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ അഴുക്കുചാല് പൊട്ടിയിട്ട് നല്ല സ്മെല്ലടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ റോഡിൻ്റെ താഴ്ഭാഗത്താട്ടോ അഴുക്കുചാല് ഒലിച്ചു പോണത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല സ്മെല്ലുണ്ട്. വേസ്റ്റ് വേറെയും കാണാണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാക്കണം കുട്ടികളൊക്കെ ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ചെറിയ കുട്ടികളുണ്ട്, വലിയ കുട്ടികളുണ്ട്. ഒക്കെ സൈക്കിളുമ്പോൾ കയറിയിട്ടാണ് കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഫുള്ളായിട്ട് അലമ്പാട്ടോ കാണാല്ലേ. ഇവിടെ കളിക്കുന്ന കളി ചില സമയത്ത് കാര്യമാണുണ്ടോ സംശയം കേട്ടോ. ചില കുട്ടികൾ കരയുന്നുണ്ട്. അവർ ഭയങ്കര തമ്മിത്തല്ലാട്ടോ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കാണുന്ന എല്ലാ കുട്ടികളും പെട്ടെന്ന് നമ്മളോട് കമ്പനി ആവുന്നുണ്ട് കേട്ടോ. അതുപോലത്തെ ഒരു കുട്ടിയാട്ടോ ഇവിടെ. ഗുഡ് ഓക്കെ. ട്രൈ ചെയ്താ ചക്രസൂസ് ഇട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും നിന്ന് നോക്കണം കേട്ടോ കുട്ടികള്. ഇവരൊക്കെ വട്ടം കൂടിയാണ്. എന്റെ ചാനൽ ഏതാ വെച്ചാണ്ട് തപ്പിയോണ്ടിരിക്കുന്ന കാഴ്ച കാണണേ. ഇതാക്കണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തോ, ബെല്ലൈക്കൻ മുത്തി. അത് പേരെന്താണ്? അദ്നാൻ. ഇതറേ അദ്നാൻ. അടിപൊളി പേരാട്ടോ. ഓക്കെ ബൈ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ കുട്ടികൾ വ്ളോഗറാണോ ചോദിച്ചിട്ടോ. ഇന്ന് വെഡ്ഡിങ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ കാറൊക്കെ ചെറിയ രീതിയിൽ അലങ്കരിച്ച് സെറ്റാക്കി വെച്ചേക്കണു. ഇതിന് മുൻഭാഗത്ത് വരെ കൊടുത്തേക്കണേ പൂവാണ് കേട്ടോ. 2 സൈഡിലായിട്ട് ഇതേ റിബൺ കൊടുത്തേക്കണു. ഇങ്ങനെ കാണുമ്പോൾ മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ.
ഇതിന്റെ തന്നെ റൈറ്റ് സൈഡ് വരുമ്പോഴേ അവിടെ ഒന്നും ഇവിടെ ഒന്നും 2 റിബൺ കാണാം കേട്ടോ. പിന്നെ അങ്ങനെ പോകുമ്പോൾ ബാക്ക് കേട്ടോ, ബാക്കിലൊന്നുമില്ല, ഫുള്ള് ഫ്രീ ആയിട്ട് കാണാല്. പിന്നെ ഈ ഒരു സൈഡിലും കാണാൻ കേട്ടോ. ഇതിന്റെ നമ്പർ ബോർഡ് വരുന്നത് KA09 ആട്ടോ വരുന്നത്. അപ്പൊ കർണാടക രജിസ്ട്രേഷൻ തന്നെ കേട്ടോ വരുന്നത്. എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ടോ, കുളിച്ചു, അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒരു ഫ്രഷ്നെസ് ആയി. ഇനിയിപ്പോൾ ചെയ്യാലെന്താ വെച്ചാൽ മൈസൂരിൽ നിന്ന് നേരെ പെരിന്തൽമണ്ണയ്ക്കുള്ള ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഷിഫ്റ്റ് ഡീലക്സിൻ്റെ ബസ്സപ്പോൾ കിട്ടാനുള്ളത്. സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് കിട്ടും, പക്ഷേ സീൻ എന്താ വെച്ചാൽ കുറേ സ്റ്റോപ്പുകൾ നിർത്തിയിട്ടാണ് പോവുക. മറ്റേ ഷിഫ്റ്റ് ആകുമ്പോൾ നല്ലൊരു ഉറക്കം നേരം വെളുക്കുമ്പോൾ ഒരു 5 മണിൻ്റെ ഉള്ളിൽ എത്തും, 10 മണിക്ക് ഇവിടുന്ന് കയറും ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ അതിന് 500 സംതിങ് ഉറുപ്പിയാണ്. എൻ്റെ മൊബൈലിലാണ്, ജസ്റ്റ് കാണിച്ചു കേട്ടോ. നമ്മളെ KSRTC ഷിഫ്റ്റ് വരുന്നത് എപ്പോഴും വെച്ചാൽ 9:30 മൈസൂരിൽ നിന്ന് എടുക്കുന്നത്. ഒരു 5:15 കൂടി അത് പെരുന്നാളിനെത്തും. എന്തായാലും പോയോക്കാം. അതിൻ്റെ മുന്നായിട്ട് കുറച്ച് സ്ഥലം കൂടി കാണാണ്ട്. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത് ആ ഹോട്ടലിലായിരുന്നു കേട്ടോ. 170 ഉറുപ്പിയുടെ ബില്ല് വന്നത്. എടുത്തത് നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ പീസും എടുത്തിട്ടുണ്ടോ. ഒരു കുപ്പി വെള്ളം എടുത്തിന്. നോക്കുമ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ് വന്നത് 170 ഉറുപ്പിയാണ്. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഭക്ഷണം തന്നെയാണ്. പിന്നെ അവിടെ കൂടുതലായിട്ട് സ്പെഷ്യൽ വരുന്നത് മട്ടനാട്ടോ. ഓല അവിടെ ചെന്നേക്കാൻ ഓല് ചെയ്തതെന്ന് വെച്ചാൽ മട്ടനാട്ടോ ഓല ആക്കിയത്. അപ്പോൾ മട്ടൻ വേണ്ട, ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേഞ്ച് ചെയ്ത്. മൈസൂർ ഭാഗത്തേക്ക് പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകളെ ഇവിടുന്ന് സിൽക്കിൻ്റെ സാരി കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഇന്നലെ നാട്ടിൽ നിന്ന് പോരുമ്പോൾ അവിടെ മഴയാണ് കേട്ടോ. ഇന്ന് വിളിച്ചപ്പോഴും അവിടെ മഴയാണ്. പക്ഷേ ഈ ഭാഗത്ത് മഴ പെയ്തിട്ടില്ല, അവിടെ വെയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഈ മുൻഭാഗത്തൊരു കാഴ്ചയുണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാം. അവിടെ കാണുന്ന 2 ഗോപുരല്ലേ, അതാട്ടോ സെന്റ് ഫിലോമിനാസ് ചർച്ച് വരുന്നത്. അവിടെ നിന്ന് പോയേക്കാം. മൈസൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ നേരെ നടന്നു കഴിഞ്ഞാലേ എത്തുന്ന ഒരു പള്ളിയാട്ടാ കാണുന്നത്. അവിടെ കാണുന്ന പള്ളിക്ക് കുറേ അധികം പ്രത്യേകതകൾ കേട്ടോ. അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒരു പള്ളി എന്ന് പറയുന്നുണ്ട്. എന്തായാലും നടന്നു നോക്കട്ടോ. ഇവിടെ കാണുന്ന റോഡ് സൈഡിലെ മതിലൊക്കെ ഒരു ചിത്രം വരച്ചു കേട്ടോ. ആനന്റെ ചിത്രമൊക്കെയാണ് കാണാല്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നീണ്ട് നടന്നാൽ മതി. 1 കിലോമീറ്ററുള്ളൂ കറക്റ്റ് വരുന്നത്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകേണ്ട ദൂരം ഇവിടെ അല്ല. കറക്റ്റ് നടന്നു കഴിഞ്ഞാൽ നേരെ വരുന്നത് ആ പള്ളിന്റെ മുമ്പ് കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അറിയില്ല കേട്ടോ. റോട്ടിൽ വലിയ തിരക്കൊന്നുമില്ല. ടൂറിസ്റ്റുകാർ വളരെ കുറവാട്ടോ ഈ ഒരു ഭാഗത്ത്. ഇവിടുന്ന് നടന്നു വരുമ്പോഴേ ആ കാണുന്ന 2 മരങ്ങൾ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണട്ടോ. സമയം ഇപ്പം 5:30 ആയിട്ടോ. ഇനി അതുകൊണ്ടാണ് അറിയില്ല ആളുകളില്ലാത്തത്. 6 മണിക്കോ 6:30 ക്ലോസിംഗ് ടൈം പറഞ്ഞത്. എന്തായാലും പെട്ടെന്ന് പോയോക്കാം. ഇവിടുന്ന് പോണ റോഡേ 2 ഭാഗത്തേക്കായിട്ട് തിരിയാട്ടോ. ഒന്ന് ആ ഭാഗത്തേക്കും ഒന്ന് ആ ഭാഗത്തേക്കും. സെൻട്രലായിട്ടാട്ടോ പള്ളി വരുന്നത്. ഇതിന്റെ മുന്നിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചതാട്ടോ. എത്രത്തോളം വലിയൊരു പള്ളിയാരെ കാണാൻ. ഇതിന്റെ മുന്നിലൊക്കെ കച്ചവടക്കാരുണ്ട് കേട്ടോ. ഈ കാണുന്ന ഗേറ്റ് എക്സിറ്റ് ഗേറ്റ് ആട്ടോ. മറ്റേ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കണു. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇവിടെ ഒന്ന് പെട്ടെന്ന് കണ്ട് തിരിച്ചിറങ്ങാം. ഗേറ്റ് തുറന്ന് ഈ ഒരു പള്ളിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോഴാട്ടോ ഈ ഒരു പള്ളിന്റെ വലിപ്പം, ഈ ഒരു പള്ളിന്റെ ഭംഗി മനസ്സിലാവണത്. സമയം ഇപ്പോൾ 6 മണിക്ക് ഏകദേശം അടുത്ത് തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും പുറത്ത് കാണാത്ത, എല്ലാവരും പ്രാർത്ഥനയിലാട്ടോ. ഇവിടെ വരുന്ന ആളുകൾക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടേ ചൂണ്ടുപലകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒരു പള്ളിയാട്ടോ ഈ ഒരു പള്ളി കാണുന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിൽ 2ാം സ്ഥാനമാട്ടോ ഈ ഒരു പള്ളി കിട്ടിയിരിക്കുന്നത്. പള്ളിന്റെ വലിപ്പത്തിനനുസരിച്ച് തന്നെ കേട്ടോ ഇതിന്റെ വർക്കും ചെയ്തിരിക്കുന്നത്. പല ഭാഗത്ത് നോക്കുമ്പോൾ പല വ്യൂ ആട്ടോ വരുന്നത്. ഇതിന്റെയൊക്കെ സൈഡിൽ കൂടി നടക്കുമ്പോൾ ഇതിനൊക്കെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ ആരും നിന്ന് പോകട്ടോ. അങ്ങനത്തെ രീതിയിൽ ഇതൊക്കെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൈസൂരിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം നിർമ്മിതികളൊക്കെ രാജാക്കന്മാരനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ രാജാക്കന്മാരനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന പള്ളിന്റെ മുന്നിൽ നിൽക്കുമ്പോഴേ ഈ പള്ളിന്റെ ചരിത്രങ്ങൾ ഓർമ്മ വരാട്ടോ. കുറേ കാലങ്ങൾക്ക് മുന്നേ ഇവിടെ യൂറോപ്പത്തെ ആളുകൾ ജീവിച്ചിരുന്നു കേട്ടോ. അന്ന് രാജാവിനോട് പോയിട്ട് പറഞ്ഞു ഒരു പള്ളി വേണം ഞങ്ങൾക്ക്. അങ്ങനെ രാജാക്കന്മാരൊക്കെ കൂടി ഇവർക്കൊരു പള്ളി വെച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 1843 ഇപ്പൊ കാണുന്ന ഈ പള്ളിക്ക് പകരം ഒരു ചെറിയൊരു പള്ളി ഇവിടെ ഉണ്ടാക്കിട്ടോ. അങ്ങനെ അതിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് വന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ 1926 ഇതൊന്ന് നവീകരിച്ചു. അതിനുശേഷം പിന്നീടും 1933 ഇതൊന്ന് പുതുക്കി പക്ക സെറ്റാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 8 കൊല്ലത്തോളം പണി തുടങ്ങി. 1941 പിന്നീട് അതിൻ്റെ പണി കഴിഞ്ഞത്. ഏകദേശം 200 ചില്ലാനം വർഷങ്ങൾ ഈ പള്ളിക്ക് പഴക്കണ്ടെന്നാണ് പറയണേ. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറിയെന്ന 60, 70 അല്ലെങ്കിൽ 100 അല്ലേ. എത്ര വർഷങ്ങൾ പഴക്കലൊരു പള്ളിയാരത്. ഇതിൻ്റെ ഓരോ ഭാഗം ചെയ്ത് വെച്ചിങ്ങനെ ഇവിടെ ഒന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല, വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. പുറഭാഗം മാത്രമേ കാണിച്ചു തരണേ. പള്ളിന് ചുറ്റി നടക്കുമ്പോഴേ നമുക്കൊരു യൂറോപ്യൻ ലെവലിൽ തന്നെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവലിൽ തന്നെ ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ പള്ളിൻ്റെ വേറെ പ്രത്യേകത എന്താ അറിയോ? ഈ പള്ളിനെ ആകാശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ കുരിശൻ്റെ രൂപത്തിലാട്ടോ ഈ പള്ളിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ പള്ളിൻ്റെ ഗോപുരത്തൊക്കെ നോക്കുമ്പോൾ കാഴ്ചയൊക്കെ എത്രത്തോളം ദൂരമായിരുന്നു. 175 അടിയാട്ടോ ഇതിന് ഉയരം വരുന്നത്. അത് 2 ഒരേ ലെവലിലാട്ടോ നിൽക്കണേ. ആ കാണുന്ന ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ കണ്ടോ കുരിശ്, 2ലും കുരിശ് വരുന്നുണ്ട് കേട്ടോ. ആ കുരിശനുണ്ട് 12 അടി എന്നാണ് പറയണത്. ഇവിടെയൊക്കെ ഞാൻ വന്ന ടൈമിൽ അധികം കണ്ടത് കേരളത്തിലത്തെ ആൾക്കാർ കേട്ടോ. കുറേ അധികം ആൾക്കാർ കേരളത്തിൽ നിന്നുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരം, മലപ്പുറം പല ഭാഗത്തുനിന്നുള്ള ആൾക്കാരോടെ കണ്ടിട്ടാണ്.
ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആളുകളോട് ചരിത്രം ചോദിച്ചിട്ടോ. അപ്പോൾ അവർ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എത്രത്തോളം തെറ്റാണെന്ന് അറിയില്ല. ഗ്രീസിലെ ചെറിയ രാജകുടുംബത്തിലായിരുന്നു കേട്ടോ സെന്റ് ഫിലോമിന ജനിച്ചത്. കുറേ അധികം വർഷങ്ങളായിട്ട് രാജാവിന് കുട്ടികളൊന്നും ഉണ്ടായില്ല. അങ്ങനെ പൂജകളും നേർച്ചകളൊക്കെ ചെയ്ത് പിന്നീട് ഉണ്ടായ ഒരു കുട്ടിയാണ് സെന്റ് ഫിലോമിന. വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തിയിലെ ഒരാളായിരുന്നു കേട്ടോ സെന്റ് ഫിലോമിന. കർത്താവിന്റെ മണവാട്ടിയാവണം അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ആവണം, അതൊക്കെ കേട്ടോ അവൾക്ക് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ. റോമത്തെ രാജാക്കന്മാരെല്ലാം കൂടിയാണ്ട് ഈ രാജ്യത്തിനെ ആക്രമിച്ചാൽ വരുന്നതായിട്ട് ഇവർ അറിഞ്ഞു. ഉടൻ തന്നെ ഇവരെ ഫാമിലി മൊത്തമായിട്ട് നേരെ റോമിലേക്ക് യാത്രയായി. അവിടെ എത്തി രാജാവിനോട് ഞങ്ങളെ രാജ്യത്തെ കാക്കണം, ഞങ്ങളെ രാജ്യത്തിനെ ആക്രമിക്കരുതില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് രാജാവ് ഈ 13 വയസ്സിലെ സുന്ദരിയായ ഈ കുട്ടിനെ കണ്ടത്. അപ്പൊ രാജാവ് പറഞ്ഞു ഞങ്ങൾ യുദ്ധം ചെയ്യില്ല, ഈ കുട്ടിനെ എനിക്ക് കെട്ടിച്ചു തരണമെന്ന്. സെന്റ് ഫിലോമിനയുടെ അച്ഛനോട് പറഞ്ഞു ഇവളെനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അച്ഛനും അമ്മക്കും സമ്മതമായിരുന്നെങ്കിലും അവൾക്ക് സമ്മതമായിരുന്നില്ല. രാജാവിനോട് തന്നെ അവൾ ഡയറക്റ്റ് പറഞ്ഞു എനിക്ക് ദൈവത്തിന്റെ മണവാട്ടി ആവാൻ ഇഷ്ടം, എനിക്ക് കന്യാസ്ത്രീ ആവണം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. ഇവളെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി രാജാവ് പല രീതിയിൽ ആക്രമണം ചെയ്തു. പക്ഷേ ഇതിലൊന്നും സെന്റ് ഫിലോമിന തളർന്നില്ല. ദൈവത്തിന്റെ മണവാട്ടി ആയിട്ട് ജീവിക്കുന്നതിൽ പിന്നെയും പറഞ്ഞു. അവസാനം ശിരസ് ഛേദിച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ രാജാവ് കൊന്നതിന് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം 1802 പിന്നെ ഒരു സ്ഥലത്തു നിന്നാണ് ഭൗതിക ശരീരം കിട്ടുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു പാത്രം നിറയെ രക്തവും 3 ടൈൽസിന്റെ പീസും ഉണ്ടായിരുന്നു. സെന്റ് ഫിലോമിനയുടെ ഭൗതിക ശരീരം മറ്റുള്ള അവശിഷ്ടങ്ങളും ആദ്യം സൂക്ഷിച്ചിരുന്നത് റോമിലെ മറ്റുള്ള പള്ളികളിലായിരുന്നു. ഇപ്പൊ കിടക്കുന്നത് മൈസൂരിലെ ഈ കാണുന്ന ഒരു പള്ളിയിലാട്ടോ. ഇപ്പോഴും ഈ കാണുന്ന പള്ളിന്റെ നിലവറയിൽ ഭൗതിക ശരീരം സൂക്ഷിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇതിനെക്കുറിച്ച് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. സമയം ഇപ്പോൾ 7 മണിയായി. ഇവിടെ വന്നപ്പോൾ കണ്ട കുറേ ആളുകളോട് ചോദിച്ചപ്പോൾ മനസ്സിലായ കുറച്ച് കാര്യങ്ങളാട്ടോ ഈ പറഞ്ഞെന്ന കാര്യങ്ങൾ. ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലേ ഇവിടുത്തെ ചരിത്രം അറിഞ്ഞ് വരിക കേട്ടോ. ഇന്നാലുള്ള ഇത് കൂടി നടക്കുമ്പോൾ ഒരു ജീവൻ കിട്ടുള്ളൂ. ഏകദേശം 1 മണിക്കൂറോളമായിട്ട് നമ്മൾ ഇതിനുള്ളിൽ തന്നെ കേട്ടോ. നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കാം. അവിടെ കാണുന്ന ആൾ ചെയ്യണതേ നമ്മളെ ടി വി ഉണ്ടല്ലോ, പഴയ ടൈപ്പിലെ ടി വി, അതിൻ്റെ പിക്ചർ ട്യൂബ് മാത്രം കൊടുത്തിട്ട് കുത്തി പൊട്ടിച്ചിട്ട് ചാക്ക് നടക്കണ കാഴ്ചയായിട്ട് കാണണേ. അവിടുന്ന് പോന്നിട്ട് ഇപ്പം നിൽക്കണതേ അജന്ത പാലസിൻ്റെ മുന്നിലാട്ടോ. വെറും 799 ഉറുപ്പ്യാക്കാണ് ഇവർ റൂം കൊടുക്കണത്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നമ്മൾ കണ്ട പള്ളി ഉണ്ടല്ലോ, ആ റോട്ടിന് ഇങ്ങനെ പോരുമ്പോൾ ഒരു 1/2 കിലോമീറ്ററോളം പോന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു ഹോട്ടലാട്ടത് വരുന്നത്. മൈസൂരിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം റേറ്റ് കുറച്ച് നിങ്ങൾ റൂം നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റൂട്ടോ ഈ റൂം. അവിടെ കാണുന്ന കടകളിലേ ഫുള്ളായിട്ട് സിൽക്കിൻ്റെ സാരികൾ മാത്രം കേട്ടോ ഇവർ കച്ചവടം ചെയ്യണത്. കർണാടകയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓട്ടോക്കാർ ഫുള്ളായിട്ട് യൂസ് ചെയ്യണത് ഗ്യാസ് ആട്ടോ, LPG ഗ്യാസ് യൂസ് ചെയ്യണത്. അത് സംഭവം എന്താ വെച്ചാൽ വെറും കിലോന് വരുന്നത് 53.99 അവിടെ എഴുതി വെച്ചിങ്ങനെ കാണാനുള്ളത്. ഇവർ പറയണ 20-25 മൈലേജ് കിട്ടുമെന്ന് പറയണേ. അതുകൊണ്ട് തന്നെ ആയിരിക്കും. എന്തൊക്കെയായാലും ഇവർ പെട്രോൾ പമ്പ് മായത്തിനായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തേക്കണത്. ഇതിൻ്റെ പേര് വരുന്നത് ഗ്യാസ് പ്ലസ് ആട്ടോ. നമ്മൾ തിരിച്ച് നാട്ടിൽ തന്നെ പോവാണ്. KSRTC ബസ് സ്റ്റാൻഡിലപ്പോൾ നിൽക്കണം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കർണാടകൻ്റെ KSRTC കേട്ടോ. കേരളത്തിൻ്റെ KSRTC കുറവാണ്, എപ്പോഴെങ്കിലും ഉള്ളു വരല്. ഇവിടെ നമുക്ക് പോകാനുള്ള ബസ്സിൻ്റെ ടിക്കറ്റ് നോക്കുമ്പോഴേ 21:30 കാണിക്കണം കേട്ടോ. 21:30 എന്ന് പറഞ്ഞാൽ 9:30 ആവും. സമയം ഇപ്പം ഇനിയും ബാക്കിയുണ്ട്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 8:30 9:30 2 മണിക്കൂർ ടൈമുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റാൻഡിൻ്റെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാഴ്ചയും കാണാം കേട്ടോ. മൈസൂർ ടൗണിൻ്റെ പരിസരത്തൊക്കെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുറേ അധികം കടകളൂടെ കാണാം കേട്ടോ. അതുകൊണ്ട് തന്നെ കേട്ടോ ഈ ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഫുൾ ടൈം ആക്റ്റീവായി കിടക്കുന്നത്. 24 മണിക്കൂർ ആൾക്കാർ വന്നും പോയി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാല്ലേ. കർണാടകൻ്റെ പല ഭാഗത്തേക്കും KSRTC ഫുൾ ടൈം ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ട്. അവിടെ കാണാൻ ലോക്കൽ ബസ്സിൽ അതുപോലത്തെ കുറേ സർവീസുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് ആൾക്കാർക്ക് വണ്ടി കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വണ്ടി കിട്ടും. ഇത് ഫുൾ ടൈം റോട്ടിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കല്ലേ. ഇവിടെ കാണുന്ന KSRTC ബസ് സ്റ്റാൻഡിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കുറേ അധികം ആളുകളോട് ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ വരുന്നത്. സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടുത്തെ ഓട്ടോ പാർക്ക് വരുന്നത്. ഇവിടെ കണ്ടോ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ കാണുന്നത്. മൈസൂർ സിറ്റി പോലീസിൻ്റെ കീഴിൽ വരുന്ന ഒരു ടിക്കറ്റ് കൗണ്ടർ കേട്ടോ വരുന്നത്. അതുകൊണ്ടൊക്കെ നമ്മൾ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ചാർജ് കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കണ്ട. ഇവിടെ ഈ ഒരു കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന ഒരു ടിക്കറ്റ് എമൗണ്ടിലുണ്ട്, അത് മാത്രം അടച്ചാൽ മതി. മറ്റേത് നമ്മൾ ഓട്ടോറിക്ഷയിലേക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നിയ റേറ്റിൽ പറയാം. ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇവർ പറയുന്ന അതേ സെയിം റേറ്റിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. ഇതുപോലത്തെ സിസ്റ്റം ഇവിടെ വരാൻ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ ഇവിടെ ആളുകൾ നന്നായി പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം കംപ്ലൈൻറ്റ് ചെന്നപ്പോൾ ഇവിടുത്തെ സിറ്റി പോലീസ് മുൻകൈ എടുത്തിട്ട് ചെയ്ത കാര്യമായിട്ടത്. എന്തൊക്കെയാലും ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരമുള്ള ഒരു കാര്യം തന്നെ ആയിട്ടത്. രാവിലെ 7 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 9 മണി വരെ ഇത് പ്രവർത്തിക്കുന്നത്. അതിനുശേഷം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ടിക്കറ്റ് റേറ്റ് കൂടട്ടോ. സംഭവം എന്താ വെച്ചാൽ പിന്നീട് ഡയറക്റ്റ് ആയിരിക്കും ഓട്ടോ ഡ്രൈവറും കസ്റ്റമറും ഒരു ഡീലിംഗ് ആയിരിക്കും കേട്ടോ. ഇവിടെ കാണുന്ന ഓട്ടോ ഡ്രൈവർമാരുണ്ടായതുകൊണ്ട് കേട്ടോ ഇവരൊക്കെ ഓരോരോ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ കാണുന്ന കൗണ്ടറിന്റെ മുന്നിൽ ലൈനിൽ നിന്നിട്ടോ ആളുകൾ ടിക്കറ്റ് വാങ്ങണത്. ഓട്ടോ പാർക്കിന്റെ തൊട്ടടുത്ത് കൂടി ഒരു വഴി ഉണ്ട് കേട്ടോ. ഇത് കൂടി ജസ്റ്റ് നമുക്കൊന്ന് നടന്നു നോക്കാം. റോഡിന്റെ സൈഡിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളെ
ഇതൊക്കെ പൂട്ടിക്കെട്ടി പോകാനുള്ള പരിപാടി കേട്ടോ കാണാല്. ഇവിടെ കറക്റ്റ് രണ്ടാക്കി നടക്കാനൊരു ക്യാപ്പ് മാത്രമേ കേട്ടോ കാണുന്നത്. അതിന്റെ അടിയിൽ കൂടിയാണ് ഇവര് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടകളിൽ തന്നെ ചില കടകളൊക്കെ അടക്കൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. റോഡിന്റെ സെൻട്രലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു കമ്പി നീളത്തിൽ പോകുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് ഓട്ടോറിക്ഷക്കാർ ഈ ഒരു ഭാഗത്തേക്ക് വരാതിരിക്കാനാകരം. പൊതുവേ നമ്മൾ ഓട്ടോക്കാർ 1 by 1 ആയിട്ട് ഇങ്ങനെ ബാക്കിലല്ലേ വരിക. ഇവിടെയൊക്കെ വയ്യവരത്ത് കച്ചവടം ചെയ്യണേനെ ഇവിടുത്തെ ആർക്കും എതിർപ്പില്ല കേട്ടോ. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് ആയിക്കോട്ടെ, ഇവിടുത്തെ ആളുകൾക്ക് ആയിക്കോട്ടെ, ഇവിടുത്തെ കോർപ്പറേഷൻ ആയിക്കോട്ടെ, ആർക്കും ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമാട്ടത്. സമയം നോക്കുമ്പോൾ 8:10 ആയിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ ഇവരൊക്കെ ഇതൊക്കെ എടുത്ത് തുണിയിൽ കെട്ടി പൊതിഞ്ഞ് വെച്ചിരിക്കണു. മൈസൂർ ടൗണിലെ ഏറ്റവും തിരക്കിലൊരു ഏരിയയിലപ്പോൾ നിൽക്കണം കേട്ടോ. വലിയ തിരക്ക് ഇപ്പോൾ ഈ ഒരു സമയപ്പോൾ അല്ല അവിടെ. അവിടെ കണ്ടില്ല ഒരു ബസ്, അതിൻ്റെ പേര് SMR ആണ് വരുന്നത്. ഇത്രയും നേരമായിട്ട് ഇതുപോലത്തെ ഒരു ബസ് അവിടെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാണ് കേട്ടോ. കർണാടക രജിസ്ട്രേഷൻ ആണ് കാണാനത്. ഇനി എന്തായാലും KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോയേക്കോട്ടോ. ബസ് എന്തായാലും വരാനായിട്ടുണ്ടാവും. സമയം ഇപ്പോൾ 9:30 ബസ്സാണ്, ഇപ്പോൾ 9 മണിയായി. അങ്ങനെ നമുക്ക് പോകാനുള്ള സൂപ്പർ ഡീലക്സ് എത്തിട്ടോ. സീറ്റ് കൺഫേംഡ് ആണ്. പാലക്കാട്ടേക്കുള്ള ബസ്സാട്ടത്. ഈ ഭാഗത്തുണ്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർ ബസ്സാണ് വന്നിരിക്കുന്നത്. എന്തായാലും പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് വണ്ടി എടുക്കണ്ടാവും. എന്തായാലും പുടുത്തം മഴ കേട്ടോ. ബസ്സിലൊന്ന് നോക്കുമ്പോൾ സീറ്റാൾ ഫുള്ളായിട്ട് കാലിയായി കിടക്കുക കേട്ടോ. 9:44 ഇതേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ. സീറ്റൊക്കെ ഫ്രീ ആയി കിടക്കുകയാണ്. ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ ഈ ഭാഗത്തിലെ സീറ്റുകളൊക്കെ ഫുള്ളായി കാണിച്ചിരുന്നത്. ഒന്നാമത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ടായിരിക്കും ആളുകൾ വരാത്ത. ഈ ബസ് എന്തായാലും അടിപൊളി ബസ്സാട്ടോ. നല്ല യാത്ര, നല്ല കംഫർട്ട് ഉണ്ട്. ഈ ട്രിപ്പിൽ ടോട്ടലായിട്ട് എക്സ്പെൻസ് വന്നത് 406 റുപ്യ അങ്ങോട്ട് വന്ന് 406 റുപ്യ ഇങ്ങോട്ടും. രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോൾ 812 റുപ്യ വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒക്കെ പാടെ വരികയാണെങ്കിൽ 1000 റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ മൈസൂർ അടിച്ച് പൊളിച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുപോരാട്ടോ. KSRTCക്ക് പോകണമായിരിക്കും ഏറ്റവും ബെറ്റർ തോന്നുന്നുണ്ട്. റേറ്റ് കുറച്ച് പോകുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്റർ KSRTC ആട്ടോ. 4:30 പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ നിൽക്കുന്നുണ്ട്. അവിടെ വീഡിയോ ക്ലോസ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ. ബായ്.